പ്രോബ്ലംസ് ഓഫ് എ ക്വസ്റ്റ്യനുമായിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. 5 years ago, the age of the father was 9 times that is son. Now the age of the father is 4 times. What is the present age of the son? ക്വസ്റ്റ്യൻ പറയുന്നത് 5 വർഷം മുമ്പേ അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് മകൻ്റെ വയസ്സിനേക്കാൾ 9 ടൈംസ് ആയിരുന്നു പറയുന്നത്, അതായത് 9 മടങ്ങായിരുന്നു പറയും. ഇപ്പോൾ എന്ന് പറയുന്നത് അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് മകൻ്റെ വയസ്സിനേക്കാൾ 4 ടൈംസ് ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ചോദിക്കുന്നത്, ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദി സൺ. അപ്പോൾ നമുക്കിത് എങ്ങനെ കാണാൻ നോക്കാം. ഓപ്ഷന് 6, 7, 8, 9 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ കാണാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 5 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് മകൻ്റെ വയസ്സിനേക്കാൾ 9 ടൈംസ് ആയിരുന്നു പറയുന്നത്. ഇപ്പോൾ മകൻ്റെ വയസ്സെന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മകൻ്റെ വയസ്സ് സൺ ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കോമൺ ആയിട്ട് പറയുന്നത് കേട്ടോ. ആദ്യം വർഷമാണ് ആദ്യം പുറത്ത് എഴുതേണ്ടത്. എത്ര വർഷം? 5 വർഷം മുമ്പേ. അപ്പോൾ 5 years എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു എത്ര മടങ്ങ് എന്ന് പറഞ്ഞാൽ 9 ടൈംസ്. അപ്പോൾ 9 - 1 കോമൺ കേട്ടോ. അപ്പോൾ 5 വർഷം മുമ്പേ മകൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ 5 ഇൻറ്റു 9 - 1 ഡിവൈഡ് ബൈ 9/4. 9/4 എന്ന് പറയുന്നത് 2 ടൈംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മകൻ്റെ വയസ്സ് കിട്ടും. അപ്പോൾ 9 1 കുറച്ച് 8, അങ്ങനെ 9 - 4 എന്ന് പറയുന്നത് 5. 5ഉം 5ഉം വെട്ടിപ്പോയാൽ 8. ആൻസർ 8 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ 8, അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. 5 എന്ന് പറയുന്നത് ഇയറാണ്. അപ്പോൾ 5 years ഇൻറ്റു 9 - 1. 9 എന്ന് പറയുന്നത് ടൈംസ് ഡിവൈഡ് ബൈ 9 - 4, 2 ടൈംസുകൾ നമ്മൾ ഡിഫറൻസ്. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സണ്ണിൻ്റെ ഏജ് കിട്ടുന്നത്. വെരി സിമ്പിളാണ്. നമുക്കിത് എക്സും വൈയൊന്നും വെച്ചിട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വെരി സിമ്പിൾ. ഈ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് എഴുതുന്നുള്ള ക്വസ്റ്റ്യൻ വെരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ താങ്ക് യു.